മീനെ പച്ചമീനെ എന്ന് പറഞ്ഞ ഭ്രാന്തുള്ള ഒരു ജീവി വേറെ ഈ ഭൂമിയിലുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പൂച്ചക്കുട്ടികൾക്ക് പച്ചമീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്താണ്. അപ്പൊ ഇതാ നത്തൽ അഥവാ കൊഴുവ എന്ന് പറയുന്ന മീനാണ് കേട്ടോ ഇന്ന് പൂച്ചക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് രാവിലെ തന്നെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ, കാരണം നമ്മളൊരു 11 മണിക്കാണ് ഇവർക്ക് മീനിന്റെ പരിപാടിയൊക്കെ തുടങ്ങുക. രാവിലെ കാറ്റ് ഫുഡും പാലൊക്കെ അവർ കഴിച്ചതാണ് കേട്ടോ. അപ്പൊ അതവിടെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ വലിയ പൂച്ചക്കുട്ടികൾ യഥേഷ്ടം അവിടുന്ന് വാങ്ങി കഴിച്ചു കേട്ടോ. അപ്പൊ ചെറിയ പൂച്ചക്കുട്ടികൾ ഇങ്ങനെ കരയാൻ തുടങ്ങി. അപ്പൊ അത് അവരെ തുറന്നു വിട്ടിട്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് മീൻ ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നാലാണ് എന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് അത് വേവിക്കുക അവർ സമ്മതിക്കുള്ളൂ കേട്ടോ. അത് കാരണം കൊണ്ട് കുറച്ച് കൊടുക്കാതെ ആ മീൻ അവിടെ അടുക്കളയിൽ നിന്ന് വേവിക്കുക അവർ സമ്മതിക്കില്ല കേട്ടോ. അപ്പൊ ഞാൻ പൂച്ചക്കുട്ടികളെ എപ്പോഴും ഒന്നും ഇങ്ങനെ അടച്ചിടില്ല. രാത്രി എന്തായാലും അടച്ചിടും, രാത്രി എന്തായാലും തുറന്നു വിടാറില്ല. പകലൊക്കെ മാക്സിമം അവരിങ്ങനെ പുറത്തും മുറ്റത്തൊക്കെ ആയിട്ട് തന്നെയാട്ടോ ഉണ്ടാവുക. അവിടെ സിറ്റ് ഔട്ടിലിരിക്കും, തൊടിയിലും മുറ്റത്തൊക്കെ ആയിട്ട് കളിക്കും, അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ എപ്പോഴും അടച്ചിട്ടിട്ട് ശ്വാസം മുട്ടിച്ച് അവർക്കൊരു സന്തോഷമോ സമാധാനമോ ഫ്രീഡോ ഒന്നും ഇല്ലാതെ നമ്മളിങ്ങനെ അടച്ചു പൂട്ടി വളർത്തുന്നതോട് എനിക്കും തീരെ താല്പര്യമില്ല കേട്ടോ. രാത്രി തന്നെ ഞാൻ അടച്ചിട്ടുണ്ട്, നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ടാണ്. അപ്പൊ രാത്രിയൊക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ നായ്ക്കളോ എന്തെങ്കിലുമൊക്കെ പിടിച്ചാലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ രാത്രി അടച്ചിടുന്നത്. അപ്പൊ ഇതാ അവർക്ക് അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഇങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ വേവിച്ച് വെച്ച മീൻ ഒരു 3 ദിവസമൊക്കെ അവർക്ക് ചോറ് കൊടുക്കാൻ തികയും കേട്ടോ. അപ്പൊ ഇതാ കുറച്ച് പേര് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്, കുറച്ച് പേര് വർക്കേരിയയിൽ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഈ ചോറ് കൊടുക്കുന്ന മീനിന്റെ മണൊക്കെ എടുത്തിട്ട് നമ്മുടെ നായക്കുട്ടി വന്നിട്ട് ഒരു ഉരുള ചോറ് തരുമോ എന്ന് ചോദിച്ചിട്ട് അവിടെ ഇങ്ങനെ ഒട്ടി വയറായിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് കൊടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാ അതിനെ കണ്ടില്ല എന്ന് നടിക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ. അത് കാരണം കൊണ്ട് ഞാൻ അതിനും കൊടുത്തു. ഒക്കെ വിശപ്പും വയറും മനുഷ്യനായാലും മൃഗമായാലും ഒക്കെ ഒരുപോലെ തന്നെയല്ലേ എന്നാണ് കേട്ടോ ഞാൻ കരുതുന്നത്. അപ്പൊ ഇത് പൂച്ചക്കുട്ടികൾ കഴിച്ച പാത്രങ്ങളാണ്, അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ.